ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങൾ. അത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടിയെത്താം. ചില അനുഭവങ്ങൾ, ചില യാത്രകൾ. ഇതാണ് ഈ ക്രിസ്തുമസിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വേദനിക്കുന്നവരെ സ്നേഹിക്കുവാൻ കഴിയുന്നവനിലെ ക്രിസ്തുവിനെ തേടിയുള്ള ആതുര ശുശ്രൂഷകളിൽ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുള്ളവരിലൂടെ ഒരു യാത്ര. അതാണ് ഈ ക്രിസ്തുമസ്. ഇന്ന് കേരളത്തിന്റെ മെട്രോ നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചി. മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒഴിഞ്ഞ പാളങ്ങളിൽ കൽക്കരി വണ്ടികൾ ഓടിയ കാലം. എന്നാൽ ഇന്ന് തീതുപ്പുന്ന കൽക്കരി വണ്ടികൾക്ക് പകരം ഇലക്ട്രിക് ബോഗികൾ പരസ്പരം മത്സരിച്ചു മുന്നേറുന്നു. എറണാകുളം നഗരത്തിന്റെ മധ്യഭാഗത്തായി നിലനിൽക്കുന്ന 2 മേൽപ്പാലങ്ങൾ. കൊടും ചൂടിലും തണുപ്പേകിയെത്തുന്ന AC ബസ്സുകളും AC കമ്പാർട്ട്മെന്റുകളും. മദ്യപിക്കുന്നതും മയക്കുമരുന്നിന് അടിമകളാകുന്നതും തെറ്റാണോ? 1989 മയക്കുമരുന്നിനും വേശ്യാവൃത്തിക്കും ഗുണ്ടായിസത്തിനുമെതിരായി പുതിയ വെളിച്ചം നൽകുവാൻ സിസ്റ്റർ റിഡംപ്റ്റയും സിസ്റ്റർ നവീനയും ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് അവിടുത്തെ പാതയിൽ അന്ധകാരത്തിൽ വെളിച്ചവുമായി എത്തി. മണ്ണിനും ചോരയ്ക്കും കണക്കുകൾ പറയുന്ന ഈ ലോകത്ത് കേവലം 15 സെന്റ് മണ്ണിൽ നിന്നുകൊണ്ട് അന്ധകാര കോളനി എന്ന അന്ധകാരക്കൂട്ടിലെ ഈ ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ ഭാഷയിൽ സ്നേഹ ഉറവിടം പകർന്നു നൽകി നന്മയുടെയും സൗഹാർദ്ദത്തിന്റെയും പാതയിലേക്ക് മിഴികളിൽ ഇരുളു നിറഞ്ഞ മനസ്സുകളെ ആനയിച്ച് സിസ്റ്റർ റിഡംപ്റ്റയും സിസ്റ്റർ നവീനയും ദൈവത്തിലേക്കുള്ള വഴികാട്ടിയായി അവർക്ക് മുന്നിൽ നിന്നു. സിസ്റ്റർ റിഡംപ്റ്റയും ഞാനും കൂടിയാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. സിസ്റ്റർ റിഡംപ്റ്റ ആവട്ടെ ഞങ്ങളുടെ നിർമ്മല സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു. സിസ്റ്റർ റിഡംപ്റ്റയ്ക്ക് ഒരു പ്രത്യേക ഒരു ഉൾവിളി ഇതിലേക്ക് കിട്ടി. ഇങ്ങനെയുള്ള ഒരു രംഗത്തിലേക്ക് ഇനി ഇറങ്ങണം, പാവപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ അഗതിത്വം അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലണം എന്നുള്ളൊരു ആവേശം സിസ്റ്റർ റിഡംപ്റ്റയ്ക്ക് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ എനിക്കും അതേ സ്പിരിറ്റ് തന്നെ എന്നെയും ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിക്കുകയും ഞങ്ങൾ ഒരേ മനസ്സ്, ഒരേ ഹൃദയം, ഒരേ ചൈതന്യത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഒത്തിരി വിജയങ്ങൾ കൊയ്തെടുക്കാനായിട്ട് സാധിച്ചത് എന്നുള്ള കാര്യം പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ എറണാകുളത്ത് ഒത്തിരി സ്ലംസ് ഉണ്ട്. അതിലേറ്റവും വലിയൊരു സ്ലമ്മാണ് ഈ ഉദയ കോളനി എന്ന് പറയാം. ഇപ്പോൾ അവരുടെ ജോലികൾക്കൊക്കെ മാറ്റം വന്നു. പണ്ടുണ്ടായിരുന്ന അവർ ചെയ്തിരുന്ന അറിവില്ലാതെ അവർ ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങൾ ശൈലിയിൽ നിന്ന് അവർ മാറി അവർ നല്ല ജോലി ചെയ്ത് അവർ ജീവിക്കാൻ തുടങ്ങി. പിന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് അവരെ ഉയർത്തിയത് കൊണ്ട് നേഴ്സുമാർ, ടീച്ചേഴ്സ്, ബാങ്കിലെ ജോലിക്കാർ, പിന്നെ ബാൻഡ് തന്നെ അഭ്യസിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി അവർ അന്നത്തെ ആ കുട്ടികൾ ഇന്ന് യുവാക്കന്മാർ നോർത്ത് ഇന്ത്യയിലെ നേവിയിൽ പ്രവർത്തിക്കുന്ന അന്നത്തെ കുട്ടികൾ ഇന്നത്തെ യുവാക്കന്മാരായിട്ട് വളർന്നു. പിന്നെ ആ കുടുംബം അന്ന് അവർ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് ഞങ്ങൾ അവരെ ഒത്തിരി അത് മാറ്റണം, അത് ശീലം മാറ്റണം എന്നുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഒരു ഭൂരിഭാഗം കുഞ്ഞുങ്ങളും അത് അഭ്യസിക്കുകയും അവർ കംപ്ലീറ്റ് അതിൽ നിന്ന് മാറി അവർ നല്ലൊരു കുടുംബമായിട്ട്, സാധാരണ കുടുംബം പോലെയുള്ള ഒരു കുടുംബമായിട്ട് അവരിന്ന് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സിസ്റ്റർ റിഡംപ്റ്റയ്ക്കും എനിക്കും വളരെയധികം സന്തോഷമാണ്. ഉദയ കോളനി, ഗാന്ധിനഗർ. ഇന്ന് കോളനി അറിയപ്പെടുന്നത് ഈ പേരിലാണ്. 1989 ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ
ഗാന്ധിനഗർ പ്രദേശത്തുള്ള അന്ധകാര കോളനി, അന്ന് ആ കാലങ്ങളിൽ വിളിച്ചിരുന്ന ഉദയ കോളനിയിൽ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ വലിയ സ്വീകാര്യതയൊന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചിൻ കോർപ്പറേഷന്റെ വഴിയോരങ്ങളിലൊക്കെ കിടന്നിരുന്ന ആളുകളെ താമസിപ്പിച്ചിരുന്ന തികച്ചും ചേരി പ്രദേശമായിരുന്നു. എല്ലാ തരത്തിലുമുള്ള അന്ധകാരം നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്ന നമ്മുടെ നല്ല മനുഷ്യര് വളരെ ദുഃഖം തോന്നുന്ന ഒരവസ്ഥയിലാണ് അവരന്ന് ജീവിച്ചിരുന്നത്. ആദ്യം അവർ ചെല്ലുമ്പോൾ അവരുടെ അന്ധകാര പ്രവൃത്തികൾക്കൊക്കെ നമ്മൾ ചാരന്മാരാണോ എന്നവർ സംശയിച്ചിരുന്നു. പക്ഷെ ക്രമേണ സിസ്റ്റർമാര് അവരോടൊപ്പമുള്ള ഒരു വീട്ടില്, അന്ന് ഒരു ഉമ്മ താമസിച്ചിരുന്ന ഒരു വീട്ടില് അവരോടൊപ്പം താമസിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അവരുടെ വീടുകളിൽ നിരന്തരം കയറി ഇറങ്ങുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ടായി, സിസ്റ്റർമാര് അവരുടെ സേവനത്തിന് വന്നവരാണ്, അവർക്ക് വേണ്ടി വന്നവരാണെന്നൊക്കെ. അതിലൂടെ വലിയൊരു അംഗീകാരം സിസ്റ്റേഴ്സിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവരവര് കുട്ടികളുടെ പ്രവർത്തനങ്ങളിലാണ് കൂടുതലായിട്ടും അന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കുട്ടികളെല്ലാവരും വിദ്യാഭ്യാസമില്ലാതെ തെരുവുകളിൽ കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നു. യുവാക്കളായിട്ടുള്ളവരൊക്കെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും മറ്റ് സിറ്റിയിലെ മറ്റ് അന്ധകാര പ്രവർത്തികൾക്കൊക്കെ വ്യാപൃതരാണ്. സ്ത്രീകളായിട്ടുള്ളവരൊക്കെ വേശ്യാവൃത്തിക്കും ലോട്ടറി വിൽപ്പന, പിന്നെ പല ആക്രി സാധനങ്ങൾ പെറുക്കല്, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ മുഴുകി നടക്കുന്ന സ്ത്രീകള്, അമ്മമാര്, അവരെ എല്ലാവരെയും ബോധവൽക്കരിച്ച് കൊണ്ടുവരാൻ ഈ സിസ്റ്റർ റിഡംറ്റയും സിസ്റ്റർ നവീനയും നന്നേ കഷ്ടപ്പെട്ടു. അവര് പ്രവർത്തിച്ച് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവനിയോഗം പോലെ ഞാൻ ആ പ്രദേശത്തേക്ക് അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിതയായത്. അന്ധകാര കോളനി എന്നറിയപ്പെടുന്ന കൊച്ചിൻ കോർപ്പറേഷനിലെ ആ ഏരിയ ഉദയ കോളനി എന്ന പേര് മാറ്റി അവരിൽ പ്രകാശമുദിച്ചു. അതോടനുബന്ധിച്ച് ഒരു വലിയ ഉദയം തന്നെയാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ അവിടെ ഉണ്ടായത്. ഏറെ ദൂരമുള്ള ഈ യാത്ര തുടർന്നു പോകുന്നു. കണ്ണുനീരിന്റെ പാതയിൽ നേർത്ത തൂവൽ സ്പർശവും തേടി. ജീവിത ക്രൂര വിനോദങ്ങളിൽ തളരാതെ ശരീരം തളർന്നുവെങ്കിലും ഒരേ മനസ്സോടെ ജീവിതവീഥിയിൽ ഇവർ മുന്നേറുന്നു. ഇത് ഒരു കുടുംബമാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും മാത്രമറിയാവുന്ന ഒരു കൊച്ചു കുടുംബം. വേദനകൾ ഇവരെ തളർത്താറില്ല, വിധിയെ പഴിക്കുന്നുമില്ല. ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ജീവിതം. അത് ദൈവത്തോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കുവാനുള്ളതാണ്. ശരീരം ഇവരെ തളർത്തിയെങ്കിലും ആ വൈകല്യങ്ങളെ മറികടന്ന് നിറമുള്ള ജീവിത സ്വപ്നങ്ങൾ ഇവർ നെയ്തുകൂട്ടുന്നു. അത് പൂക്കളായും സംഗീതമായും ഇവരുടെ ജീവിതത്തിൽ പുതുമഴയായി പെയ്തിറങ്ങുന്നു. മരിയാഭവൻ എന്ന പേരിൽ ഒരു ലളിത ഭവനം ഇവിടെ ആരംഭിച്ചു. 1990 നിർധനരായ വികലാംഗ പെൺകുട്ടികൾക്കായി ഒരു ഭവനം കൂടി ആരംഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചതിന്റെ പേരിൽ 1990 ബെത്സൈദ എന്ന പേരിൽ മരിയാഭവനോട് അനുബന്ധിച്ച് ഒരു ഭവനം കൂടി നിർമ്മിച്ചു. ഇവിടെ ഇപ്പോൾ 17 പെൺകുട്ടികളുണ്ട്. ഇതിൽ 3 പെൺകുട്ടികൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലും 3 പെൺകുട്ടികൾ കോളേജ് വിദ്യാഭ്യാസത്തിനും പോകുന്നുണ്ട്. മറ്റുള്ള പെൺകുട്ടികൾ കുടനിർമ്മാണം, തയ്യൽ, കമ്പ്യൂട്ടർ എന്നിവയിൽ വ്യാപൃതരാണ്. ഇവ കൊണ്ട് ഇവർക്ക് ലഭിക്കുന്ന തുക ഇവർക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള വലിയ ഒരു കർത്തവ്യം കൂടി ഞങ്ങൾക്കിതിലുണ്ട്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി 6 സിസ്റ്റേഴ്സ് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഇടവക പ്രവർത്തനം കൂടാതെ ഈ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിലുള്ള സേവനവും
ഞങ്ങൾ ചെയ്തു പോരുന്നു. ഈ ഭവനത്തിൽ ഏകദേശം 81ഓളം കുട്ടികൾ കയറിയിറങ്ങി പോയിട്ടുണ്ട്. ഇതിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരും ജോലി ലഭിച്ചിട്ടുള്ളവരുമായ ധാരാളം പെൺകുട്ടികളുണ്ട്. ഇവയെല്ലാം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനവും സന്തോഷവുമാണുള്ളത്. ഇനിയും ഇവിടെ കടന്നു വരുന്ന ഈ കുഞ്ഞു മക്കൾക്ക് സ്നേഹപൂർവ്വം സേവനം ചെയ്ത് അഗതികളും നിരാലംബരുമായ ഇവർക്ക് സ്നേഹവും സാന്ത്വനവും നൽകി ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ സിദ്ധി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാണാതെ കാണുന്ന നൊമ്പരങ്ങൾ ഒട്ടും അകലെയല്ല. വിരഹവും വേദനയും നമുക്കരികിലുണ്ട്. തുടരാം നമുക്കീ യാത്ര. ഞങ്ങൾ അനാഥരല്ല. ഒരു വീട്ടിൽ ജനിച്ചോ ഒരുമിച്ച് കളിച്ചു വളർന്നവരുമല്ല. പക്ഷേ ഇതൊരു കുടുംബമാണ്. 100ഓളം അംഗങ്ങളടങ്ങുന്ന വാത്സല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യസ്പർശത്തിൻ്റെ മാറ്റൊലികൾ മുഴങ്ങുന്ന ഒരു കൂട്ടുകുടുംബം. മാർച്ച് 19 ആലുവായ്ക്കടുത്ത് ചുണങ്ങമേലിയിൽ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം SD സന്യാസ സമൂഹം സ്ഥാപിതമായി. ഈ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന കർത്താവിന്റെ തിരുവചനത്തിൽ നിന്നും ആത്മീയ ശക്തി സ്വീകരിച്ച ദേവദാസൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛനാണ് ഈ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകൻ. പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം നയിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി കടന്നു വന്ന 5 യുവതികളാണ് ഇതിലെ ആദ്യ അംഗങ്ങൾ. ഭവന സന്ദർശനത്തിനായിട്ട് പോയിരുന്ന ആദ്യ സഹോദരിമാർ ഒരു ദിവസം പാവപ്പെട്ട ഒരു ഭവനത്തിൽ ആരാരും നോക്കാനില്ലാതെ അവശനായി കിടന്നിരുന്ന ഒരു വൃദ്ധ സഹോദരനെ കണ്ടെത്തി. അദ്ദേഹത്തെ തങ്ങളോടൊപ്പം ഭവനത്തിലേക്ക് പോരുകയും തങ്ങളുടെ കൊച്ചു ഭവനത്തിന്റെ ഒരു മുറിയിൽ അദ്ദേഹത്തെ താമസിപ്പിച്ച് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ SD-യുടെ ആദ്യത്തെ വൃദ്ധ ശുശ്രൂഷ ആരംഭിക്കുകയായി. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സ്വന്തം മക്കളുള്ളപ്പോഴും അനാഥരല്ല എങ്കിലും അനാഥത്വത്തിൻ്റെ കയ്പ് നിറഞ്ഞ വേദന ഇവർ മനസ്സിലൊതുക്കുകയാണ് നേർത്ത ഒരു വിതുമ്പലോടെ. ഞാൻ ചേരാനല്ലൂരുകാരനാണ്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. എന്നിവിടെ കുഞ്ഞപ്പനെ വിളിക്കും. വളരെ സന്തോഷമായ ഒരു സ്ഥലമാണിത്. ഇത്രയും നാൾ ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. എൻ്റെ സന്തോഷം മറ്റാർക്കും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇവിടുത്തെ അമ്മമാരും എല്ലാവരോടും വളരെ ഭംഗിയായിട്ടാണ് പെരുമാറുന്നത്. എപ്പോഴും അന്വേഷണവും കാര്യങ്ങളും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹമായി കണക്കാക്കണേ ഞാൻ. അത് ഏറ്റവും കൂടുതൽ കുർബാന സ്വീകരിക്കാനും കുർബാന കേൾക്കാനും ഒക്കെ കഴിയുന്നതാണ് ഏറ്റവും കൂടുതൽ വിജയം. അനാഥത്വത്തിന്റെ നൊമ്പരം പേറുന്ന വൃദ്ധ സഹോദരങ്ങൾക്ക് ആശ്രയവും കരുണയും നൽകുവാനും അവർക്ക് സ്നേഹസാന്ത്വനം നൽകുവാനും അവരുടെ മനുഷ്യത്വത്തെ ആദരിക്കുവാനും ഏറെ കാരുണ്യവും സ്നേഹവും പകർന്ന് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് അവരെ യാത്രയാക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. മിശിഹായുടെ തിരുരക്തത്തിന്റെ ഫലമായ മനുഷ്യൻ അവൻ അമൂല്യനാണ്, അവൻ വിലപ്പെട്ടവനാണ്. വിലപ്പെട്ട ഈ മനുഷ്യ ജീവിതങ്ങൾ ഒരിക്കലും നശിച്ചു പോകാൻ ഇടവരരുത്, ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കാൻ ഇടയാകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഈ ശുശ്രൂഷകൾ ഞങ്ങൾ ഏറ്റെടുക്കുക. ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടെത്തിയ ജീവിത സത്യങ്ങൾ: പരിശുദ്ധ കന്യകാമറിയത്തെ ഹൃദയത്തിൽ അമ്മയായി സ്വീകരിച്ച് ആ അമ്മയുടെ പാത പിന്തുടർന്ന് അശരണർക്കും അഗതികൾക്കും സാന്ത്വനമായി തണലായി SD സിസ്റ്റേഴ്സ് അവരുടെ ജീവിതം നാം ഇപ്പോൾ കടന്നുപോയ മേഖലകളിൽ അവർക്കമ്മയായി ഇരുളിൽ പ്രകാശിക്കുന്ന ദീപനാളമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു.
ചൊരിഞ്ഞുകൊണ്ട് അന്ധകാരത്തിൽ പ്രകാശമായി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് പുതിയ വാതായനം തുറന്നുകൊണ്ട് അമ്മമാരുടെ അമ്മയായി മക്കൾ പകർന്നു നൽകാത്ത സ്നേഹം ഇവരിൽ ചൊരിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടിമാർ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന സന്ദേശവുമായി നമുക്ക് മുൻപേ നടക്കുന്നു. ഇന്നിവർ ആഹ്ലാദത്തിലാണ്. കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായയിൽ കേറിയിരിക്ക്. ഇന്ന് വേണ്ടാങ്ങളെ നാളെ പോകാങ്ങളെ കുട്ടിക്കുറുമ്പനാം കുഞ്ഞാങ്ങളെ. കുത്തരി നെടിയരി ചേറ്റിൻ പൊടിയരി തുമ്പപ്പൂ പോലുള്ള ചോറ് തരാ. അയിലത്തല ചുട്ട് ചമ്മന്തി അരച്ചി ആങ്ങളക്കിപ്പ ഞാൻ ചോറ് തരാ. കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായയിൽ കേറിയിരിക്ക്. കുത്തരി നെടിയരി ചേറ്റിൻ പൊടിയരി തുമ്പപ്പൂ പോലുള്ള ചോറ് തരാ. ഇന്ന് വേണ്ടാങ്ങളെ നാളെ പോകാങ്ങളെ കുട്ടിക്കുറുമ്പനാം കുഞ്ഞാങ്ങളെ. കുത്തരി നെടിയരി ചേറ്റിൻ പൊടിയരി തുമ്പപ്പൂ പോലുള്ള ചോറ് തരാ. ക്രിസ്തുമസ്, ഉണ്ണിയേശുവിന്റെ ജനന തിരുനാൾ. ലോകമെമ്പാടുമുള്ളവർ ആഘോഷത്തിമർപ്പിലണയുമ്പോൾ ഈ മനസ്സുകളും ഒരു നിമിഷമെങ്കിലും കൊതിക്കുന്നുണ്ടാവും മക്കളോടും പേരക്കുട്ടികളോടുമൊപ്പമുള്ള ക്രിസ്തുമസ് രാവുകൾ. വിധി ഇവരെ തോൽപ്പിച്ചുവെങ്കിലും കാലങ്ങൾ കടന്നുപോയെങ്കിലും പതിവ് പോലെ ക്രിസ്തുമസ് ഇവിടെയും വന്നെത്തുകയായി. കഴിഞ്ഞ നാളുകളിൽ കൈകോർത്തു നടന്നവർ ഇന്ന് ഓർമ്മകളായെങ്കിലും ആ മധുരസ്മരണകളെ നെഞ്ചിലൊതുക്കി ഈ ജീവിതങ്ങളും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. സ്നേഹത്തിൻ പൂക്കാലം, പുൽക്കൂട്ടി പൂക്കാലം, സ്നേഹത്തിൻ പൂക്കാലം, പങ്കിടലിൻ പൂക്കാലം, പൂത്തുലയിൻ പൂക്കാലം, പുൽക്കൂട്ടി പൂക്കാലം പൂക്കാലം. പുൽക്കൂട്ടി പൂക്കാലം, സ്നേഹത്തിൻ പൂക്കാലം, പങ്കിടലിൻ പൂക്കാലം, പൂത്തുലയിൻ പൂക്കാലം, പുൽക്കൂട്ടി പൂക്കാലം പൂക്കാലം. ഇവിടെയാണ് യഥാർത്ഥ ക്രിസ്തുമസ്. മത്സരങ്ങളില്ലാതെ, വേഷപ്പകർച്ചകളില്ലാതെ ഒരേ മനസ്സോടെ ഇവർ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നു. ഒരു ജീവിത സായന്തനം പോലെ.